ഏപ്രിൽ 1 മുതൽ 8 തീയതി വരെയുള്ള പ്രധാന കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ആർടെമിസ് 2 മനുഷ്യരെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യം ഏതാണ്? ആർടെമിസ് 2 ആണ്. ആർടെമിസ് 2 ആണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യം. ആർടെമിസ് 2 ദൗത്യത്തിലെ ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച് ആണ് ആദ്യ വനിത. ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ആഫ്രിക്കൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി ആണ് വിക്ടർ ഗ്ലോവർ. ആർടെമിസ് 2 മിഷൻ കമാൻഡർ ആരാണ്? റെയ്ഡ് വൈസ്മാൻ ആണ് മിഷൻ കമാൻഡർ. കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ആർടെമിസ് 2 ആരായിരുന്നു? ജെർമി ഹാൻസൺ ആണ്. ആർടെമിസ് 2 വിക്ഷേപണ വാഹനം ഏതാണ്? SLS എന്ന വാഹനത്തിലാണ് ആർടെമിസ് 2 വിക്ഷേപിച്ചത്. ആർടെമിസ് 2 പേടകം ഏതാണ്? ആർടെമിസ് 2 പേടകം ഏതാണ്? അത് ഓറിയോൺ ആണ്. ചന്ദ്രഭ്രമണപഥത്തിൽ നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷൻ ഏതാണ്? ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷൻ ലൂണാർ ഗേറ്റ്വേ ആണ്. നാസയുടെ ആശയവിനിമയ ശൃംഖല ഏതാണ്? ഡീപ് സ്പേസ് നെറ്റ്വർക്ക് ആണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? INS അരിന്തമൻ ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി ആണ്. INS അരിന്തമൻ കമ്മീഷൻ ചെയ്തത് എപ്പോഴാണ്? 2026 ഏപ്രിൽ 3 INS അരിന്തമൻ കമ്മീഷൻ ചെയ്തത്. ആന്ധ്രാപ്രദേശിന്റെ ഏക തലസ്ഥാനം ഏതാണ്? അമരാവതിയാണ്. BSF എന്നത് എന്തിന്റെ ചുരുക്കമാണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. BSF എന്നാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷയ്ക്കായി മുതലയോ പാമ്പോ ഉപയോഗിക്കാൻ ആലോചിക്കുന്ന സേന ഏതാണ്? അത് BSF ആണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷയ്ക്കായി മുതലയോ പാമ്പോ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അനധികൃത നിക്ഷേപങ്ങൾക്കെതിരെ RBI ആരംഭിച്ച പോർട്ടൽ ഏതാണ്? സാക്ഷി പോർട്ടൽ അനധികൃതമായ നിക്ഷേപങ്ങൾക്കെതിരെ RBI ആരംഭിച്ച പോർട്ടലാണ്. ഇന്ത്യയിലെ ആദ്യ LPG ATM ആരംഭിച്ച കമ്പനി ഏതാണ്? ഭാരത് പെട്രോളിയം ആണ് ഇന്ത്യയിൽ ആദ്യത്തെ LPG ATM ആരംഭിച്ച കമ്പനി. ആദ്യമായി നീരുറവ സെൻസസ് നടത്തിയ സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം കേരളമാണ്. ഗൃഹസുഖം പോർട്ടൽ ആരംഭിച്ചത് ആരാണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ് ഗൃഹസുഖം പോർട്ടൽ ആരംഭിച്ചത്. ചെറുകിട കുറ്റങ്ങൾ ഒഴിവാക്കാൻ ലോക്സഭ പാസാക്കിയ ബിൽ ഏതാണ്? ജൻ വിശ്വാസ് അമെൻമെന്റ് ബിൽ ചെറുകിട കുറ്റങ്ങൾ ഒഴിവാക്കാനായി ലോക്സഭ പാസാക്കിയ ബില്ലാണ്. വിയറ്റ്നാം പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? ടു ലാം ഇവിടുത്തെ പ്രസിഡന്റാണ്. വിയറ്റ്നാമിന്റെ പ്രസിഡന്റാണ് ടു ലാം. G7 ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഫ്രാൻസ് ആണ്. G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. WHOയിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണ്? അർജന്റീനയാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് പിന്മാറിയ രാജ്യം അർജന്റീനയാണ്. ഇന്ധന റേഷൻ നടപ്പിലാക്കിയ EU രാജ്യം, യൂറോപ്യൻ യൂണിയൻ രാജ്യം ഏതാണ്? അത് സ്ലൊവേനിയ. ഇന്ധന റേഷൻ നടപ്പിലാക്കിയ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് സ്ലൊവേനിയ. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇടക്കാല പ്രസിഡന്റ് ആരാണ്? ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ഇടക്കാല പ്രസിഡന്റ് ആരാണ്? തമീം ഇഖ്ബാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ഇടക്കാല പ്രസിഡന്റ് ആണ്. KPP നമ്പ്യാർ അവാർഡ് 2026 ജേതാവ് ആരാണ്? വി നാരായണനാണ് KPP നമ്പ്യാർ അവാർഡ് 2026 നേടിയത്. ആബേൽ പുരസ്കാരം 2026 നേടിയത് ആരാണ്? ഗേർഡ് ഫാറ്റിങ്സ് ആബേൽ പുരസ്കാരം നേടിയിരിക്കുന്നു 2026. അന്താരാഷ്ട്ര ബുക്കർ പട്ടികയിൽ ഇടം നേടിയ എഴുത്തുകാരി ആരാണ്? പത്മ വിശ്വനാഥൻ.
സെൻസസ് ബോർഡ് അംബാസിഡർ ആരാണ്? 2027 സെൻസസ് ബോർഡിന്റെ അംബാസിഡർ ആരാണ്? സുദർശൻ പട്നായിക്കാണ്. സുദർശൻ പട്നായിക്കാണ് സെൻസസ് ബോർഡിന്റെ അംബാസിഡർ. ടൈഡ്സ് ഓഫ് ടൈം രചിച്ചത് ആരാണ്? സുധാമൂർത്തി. സുധാമൂർത്തിയുടെ കൃതിയാണ് ടൈഡ്സ് ഓഫ് ടൈം. മെറ്റയുടെ പുതിയ AI വിഭാഗം ഏതാണ്? മെറ്റയുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഭാഗം ഏതാണ്? മെറ്റ MRS റിസർച്ച് ആണ്. മെറ്റ MRS റിസർച്ച് ആണ്. ബ്രഹ്മോസ് മിസൈൽ പദ്ധതിയിൽ പങ്കാളിയായ റഷ്യൻ എഞ്ചിനീയർ ആരാണ്? ബ്രഹ്മോസ് മിസൈൽ പദ്ധതിയിൽ പങ്കാളിയായ റഷ്യൻ എഞ്ചിനീയർ ആരാണ്? അലക്സാണ്ടർ ലിയോനോവ് ആണ് ബ്രഹ്മോസ് മിസൈൽ പദ്ധതിയിൽ പങ്കാളിയായ റഷ്യൻ എഞ്ചിനീയർ. നഗരങ്ങളിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്ന പ്രതിഭാസം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അർബൻ ഹീറ്റ് ഐലാൻഡ്. അർബൻ ഹീറ്റ് ഐലാൻഡ് എന്നറിയപ്പെടുന്നത് നഗരങ്ങളിലെ ഉയർന്ന താപനില അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് അർബൻ ഹീറ്റ് ഐലാൻഡ്. കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി തീരം എന്ന പദ്ധതിയാണ്. തീരം എന്ന പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ലേല തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ചിത്രം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ലേല തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ചിത്രം? യശോദ ആൻഡ് കൃഷ്ണ. യശോദ ആൻഡ് കൃഷ്ണയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ചിത്രം. യശോദ ആൻഡ് കൃഷ്ണ എന്ന ചിത്രം വരച്ച വ്യക്തി ആരാണ്? രാജ രവിവർമ്മ. രാജ രവിവർമ്മയുടെ പ്രശസ്തമായ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ട ചിത്രം ഏതാണ്? യശോദ ആൻഡ് കൃഷ്ണ ആണ്. 2026 അന്താരാഷ്ട്ര ബുക്കർ സമ്മാന പട്ടികയിൽ ഇടം നേടിയ നോവൽ ഏതാണ്? ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെൽത്ത്. ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെൽത്ത് എന്നത് 2026 അന്താരാഷ്ട്ര ബുക്കർ സമ്മാന പട്ടികയിൽ ഇടം നേടിയ നോവലാണ്. ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെൽത്ത്. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ആരാണ്? അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ആരാണ്? റാസി വാൻഡർ ഡുസൻ. റാസി വാൻഡർ ഡസൻ ആണ്. 2026 ജപ്പാൻ ഗ്രാൻഡ് പ്രീ ജേതാവ് കിമി ആന്റണelli. കിമി ആന്റണelliയാണ് 2026 ജപ്പാൻ ഗ്രാൻഡ് പ്രീ നേടിയത്. 2026 ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ജേതാക്കളായത് ഏത് സംസ്ഥാനമാണ്? കർണാടകയാണ് 2026 ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിലെ ജേതാക്കൾ. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കളായ ടീം ഏതാണ്? സർവീസസ് ആണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ ജയം നേടിയത്.